കറി വെക്കട്ടെ. എന്താ കറിയത്? ചിക്കൻ. നേരം വെളുക്കുമ്പോ ചിക്കണോ? ദൂർത്താണ് ദൂർത്ത് കേട്ടോ. ഇതെങ്ങനെ ദൂർത്താവും? ഇന്നത്തെ കറിയുടെ ബാക്കി. എനിക്ക് ചിക്കൻ വേണ്ട, ഇന്നലെ വയറിന് ഒരു ഇതല്ല. ആ എന്താ കറി കൂട്ടാൻ വേണ്ട, എനിക്ക് ഇത് മതി. ഇത്തിരി കറി വെക്കാം. വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഒരു കാര്യത്തിന് നിർബന്ധിക്കണം തങ്കം? എന്നാ കഴിക്ക്. നീ കഴിച്ചോ? ഞാൻ കഴിച്ചോളാം. ഒന്ന് സമ്മതിക്കൂ ക്ലീറ്റോ. നീ കൈ പിടിച്ചു വെച്ചാൽ എനിക്കിത് കഴിക്കാൻ പറ്റുമോ? നീ ഇത് കഴിക്കാൻ ഒന്ന് സമ്മതിക്കാം. ക്ലീറ്റോ, എന്റെ പൊന്നു ക്ലീറ്റോ അല്ലോ. ഒറ്റ പ്രാവശ്യം എന്തോന്ന് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം വേണ്ട. ഇന്നലെ രാത്രി ഞാൻ ആവശ്യത്തിലധികം പറഞ്ഞു. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ അതെല്ലാം മറന്നോ? നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞാലേ പിന്നെ നടക്കില്ല. ക്ലീറ്റോ, ഒറ്റ പ്രാവശ്യം ഒന്ന് പോയാ മതി ക്ലീറ്റോ. എന്നിട്ട് ക്ലീറ്റോ ഇങ്ങ് പോരും. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് തീർന്നു കഴിയുമ്പോൾ ക്ലീറ്റോ അങ്ങ് തിരിച്ചു പോര്. അങ്ങ് ഞാൻ അറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കണം. ഇവിടെ ഇപ്പം ഞാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്ക് ഉണ്ടാക്കുന്നുണ്ടോ? അയ്യോ, ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ? എന്താ കുഞ്ഞെ ഇങ്ങനെ പറയണേ? അല്ല, നീ നിർബന്ധിക്കുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ തന്നെ ഒരു കള്ളൊക്കെ കുടിച്ചിട്ട് ഇവിടെ വന്ന് ദിവസം എടുത്തിട്ട് തൊഴിക്കണ ഒരു ഭർത്താവായിട്ടാണല്ലോ നീ എന്നെ കാണണേ. എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ്. അങ്ങനെയാണെങ്കിൽ ഗൾഫിൽ പോണ ആൾക്കാരെല്ലാം വീട്ടിൽ ശല്യമായിട്ട് പോണവരാ. ഗൾഫിൽ പോകുന്നവരെ പ്രത്യേകിച്ച് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത അവർക്ക് പോവാം. അതുപോലെയാണോ ഈ ഞാൻ? ക്ലീറ്റോന് ഇവിടെ എന്ത് ജോലിയുള്ള? അതാണിപ്പോൾ പ്രശ്നം. നാളത്തെ സ്ഥലം MLA ആണ് ഞാൻ. ആ കാര്യം നീ ചിന്തിക്കണം. അങ്ങനെയൊന്നും എങ്ങനെ ചിന്തിക്കും അതൊക്കെ? ക്ലീറ്റോ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഈ വെയിലും പുകയും ചൂടും കരിയൊക്കെ കൊണ്ട് ക്ലീറ്റോ എന്തിനു നടക്കണതാ? അവിടെ ആകുമ്പോ കാറിന് കാറ്, വണ്ടിക്ക് വണ്ടി, AC റൂം, ഭക്ഷണം ഫ്രീ, താമസം ഫ്രീ, എല്ലാം ഫ്രീ. എന്ത് സുഖമായിട്ട് നിൽക്കാ ക്ലീറ്റോയ്ക്ക്. എന്നിട്ട് ഞാൻ പോത്തിനെ പോലെ കിടന്ന് പണിയെടുക്കണം അവിടെ. കാഷ്യർ ആയിട്ടാണെങ്കിൽ അത് വേറത്തിന്റെ കീഴിലല്ലേ. അങ്ങനെ ഒരു അടിമയായിട്ട് നിൽക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ MLA ആയി കഴിയുമ്പോൾ നീ നോക്കിയോ, എനിക്ക് സർക്കാർ വക കാറ്, MLA ക്വാർട്ടേഴ്സ്, പിന്നെ പോകുന്നിടത്തെല്ലാം സൗജന്യമാണ്. പിന്നെന്താണ്, പിന്നെ അങ്ങോട്ട് ഉദ്ഘാടനങ്ങളായി, ഇപ്പോൾ ചർച്ചകളായി, ആവശ്യങ്ങളായി, നാട്ടുകാരുടെ പല പ്രശ്നങ്ങളിൽ ഇടപെടുക, അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുക. അതാ എൻ്റെ ഒരു ലക്ഷ്യം. അല്ലാതെ കണ്ടെടുത്ത് പോയി കിടന്ന് ജോലി ചെയ്യാൻ. അതൊക്കെ ഇനി എന്നാ എൻ്റെ ക്ലീറ്റോ സംഭവിക്കുന്നത്? മൂക്കിൽ പല്ല് വന്നിട്ടോ? കണ്ട, ഇതുപോലെയുള്ള പിന്തിരിപ്പ് ആൾക്കാരുണ്ടെങ്കിലേ ഇവിടെ ഒരു കാര്യവും നടക്കൂല. നീ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. ക്ലീറ്റോ അല്ലെങ്കിൽ എന്നോടും കൊച്ചിനോട് സ്നേഹം ഇല്ലാതെ തന്നെ കാര്യം. അങ്ങനെ തന്നെ പറയണം. എന്തെങ്കിലും പാർട്ടി സമ്മേളനങ്ങളോ മീറ്റിങ്ങുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് എത്ര പാതിരാത്രി ആയാലും ഭാര്യയും കൊച്ചെന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ വരുന്നത്. അറിയാമോ? ഓരോരുത്തന്മാരെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കുടിച്ച് കൂത്താടി അവിടെ കിടക്കും. ഞാൻ അങ്ങനെയാണോ ഓടി? ഞാൻ എന്നും രാത്രി വീട്ടിൽ വരണില്ലേ? ഈ കൊച്ചിനെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടാ? അത് 24 മണിക്കൂറും ഡാഡി ഡാഡി ഡാഡിന്ന് അവളെ കളിക്കാനും എല്ലാ കാര്യത്തിനും ഒരു കൂട്ടായിട്ട് ഞാനല്ലേ നിൽക്കണേ. ഞങ്ങളോ? ഞങ്ങൾ എന്ത് സ്നേഹമായിട്ടോ ക്ലീറ്റോനോട്? ഞങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ക്ലീറ്റോനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? അവൾ ഇത്തിരി ഇല്ലാത്ത കൊച്ചല്ലേ. അവൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഒരു നല്ല ഉടുപ്പിടാൻ ആഗ്രഹം ഉണ്ടാവും. ഇതെന്തെങ്കിലും വേണമെങ്കിൽ അവൻ മേടിച്ചു കൊടുക്കണം. എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എനിക്കൊരു നല്ല സാരി എടുക്കാൻ കൊതിയില്ലേ? ഇതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുത്. നമുക്ക് താഴെ കുറേ ആൾക്കാരുണ്ട്, നമ്മളെക്കാളും ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടണം. ഒരു പൊതുപ്രവർത്തകനായ നിലയ്ക്ക് എനിക്ക് ദിവസവും അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ആൾക്കാരെ. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല. എന്തിനിപ്പോ അതൊക്കെ നോക്കണം? നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് തീർക്കാൻ നമുക്ക് ആയുസും ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട്. എന്നിട്ട് ക്ലീറ്റോ ചെയ്യാത്തതാ. ദൈവം നമുക്ക് തന്നേക്ക് ആരോഗ്യവും ആയുസും അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നമ്മൾ ചെലവഴിക്കണം. എന്നാലേ നമ്മളെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടാവുള്ളൂ. ക്ലീറ്റോ, എത്ര നാൾ ഈ ചോരണ വീട്ടിൽ കിടക്കും? അതൊന്നും ആലോചിച്ചിട്ടുണ്ടോ ക്ലീറ്റോ? ഇവിടെ ചോറണെങ്കിൽ നമുക്ക് കുട പിടിച്ചിരിക്കാം. എന്നാലും ജോലിക്ക് പോവില്ല. ഓരോ കാരണങ്ങൾ അവള് കണ്ടെത്തണം. എന്നെ ഇവിടുന്ന് ഓടിക്കണം, അതല്ലേ നിന്റെ ആഗ്രഹം? വേണ്ട ക്ലീറ്റോ, പോവണ്ട. ക്ലീറ്റോന് മടിയാ, ജോലി ചെയ്യാനുള്ള മടി. അങ്ങനെ അങ്ങ് കൂട്ടിക്കോ. എനിക്ക് മടിയാ, ഞാൻ പോകത്തില്ല. അല്ലേ, ഒരു കാര്യം ചെയ്യ്, ആ വിസയിൽ നീ കയറി ഇങ്ങ് പോ. എന്നിട്ട് ഗൾഫിൽ പോയി പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വാ. ഞാൻ മോളെ നോക്കി ഇവിടെ ഇരിക്കാം. എനിക്കിപ്പോ ഒരു ജോലി ഉണ്ട് ക്ലീറ്റോനോ. എന്ത്? ഇപ്പൊ ഈ വീട്ടിൽ ഒരാളിന് ജോലി ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? ജോലി ഇല്ലാത്ത വീട്ടിലുള്ള മറ്റൊരാളിന് ഈ ജോലി അങ്ങോട്ട് കൊടുക്കുക. ഈ വിസയിൽ വേറെ ആരെങ്കിലും പോട്ടെ, ആ വീട്ടിൽ അരി വേവൂലേ? ക്ലീറ്റോ, ഞാൻ കാല് പിടിക്കാം ക്ലീറ്റോ. ഒരു പ്രാവശ്യം ഒന്ന് പോ. 2 വർഷത്തെ കാര്യല്ലേ ഉള്ളൂ ക്ലീറ്റോ. തങ്കം, ഞാൻ ഇനി കാലം വരെ നിലത്തടിക്കും. എന്നെ കൊണ്ട് ഇനി പറയിപ്പിക്കരുത്. നീ വിട്ടെ, കഴിച്ചിട്ട് പോ. അയ്യോ വേണ്ട, എന്റെ വയറ് നിറഞ്ഞു. ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ ശല്യം ചെയ്യരുത്. ക്ലീറ്റോ, ഞാൻ പറയണത് ക്ലീറ്റോ. എന്താ ഇന്നലെ തുടങ്ങിയതാ. ക്ലീറ്റോ ഒന്ന് സമ്മതിച്ചിട്ട് പോ ക്ലീറ്റോ. തങ്കം, നിനക്ക് എന്നെ കൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടായ? ബുദ്ധിമുട്ട്
ആയി എന്നാണോ ഞാൻ പറഞ്ഞത്? എന്താ വില്ലാവചനം പറയണേ? എന്തൊരു കഷ്ടമാണിത്. ഓരോ പെണ്ണുങ്ങൾ ഭർത്താവ് എപ്പോഴും കൂടെ ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഒരു നേരെ തിരിച്ചാ എന്നെ എങ്ങനെയൊക്കെ ഗൾഫിൽ വിടാൻ. എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്തിനാ ക്ലീറ്റോ ഒച്ച എടുക്കണേ? ഞാനൊരു നല്ല കാര്യമല്ലേ പറഞ്ഞത്? എന്ത് നല്ല കാര്യം? ഞാൻ കണ്ട നാട്ടിൽ പോയി കിടന്ന് കണ്ട കാട്ടറബിയുടെ അടിമയായിട്ട് കിടക്കാൻ അതിനൊന്നും എന്നെ കിട്ടില്ല. എന്റെ ബുദ്ധി എന്റെ ശക്തി എന്റെ നാടിന് ചിലവഴിക്കാനുള്ളതാ. എന്താണ് നിങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ തുടങ്ങിയല്ലോ? ഇത് കണ്ടോടാ, ഗൾഫിൽ പോണ കാര്യം പറഞ്ഞിട്ട് സമ്മതിക്കണില്ലടാ അല്ല, ക്ലീറ്റോ. നിന്റെ ബുദ്ധിയാണോ ഇത് എന്നെ ഗൾഫിൽ വിടാന്നുള്ളത്? നിനക്ക് ഗൾഫിലേക്ക് പോയെന്താ കുഴപ്പം? അല്ല ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കട്ടെ, ഞാനിപ്പോ എന്താണ് ഇവിടെ എന്നെ കൊണ്ട് നിനക്കൊരു ബുദ്ധിമുട്ട്? ക്ലീറ്റസേ, അതൊരു നല്ല വിസയല്ലേ. ഇതുപോലെ പറഞ്ഞാൽ ഇനി ഒത്തു കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. എടാ, ഒരു 2 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട് വെച്ചാൽ അത് ആ വരുമാനം കുടുംബത്തിന് കിട്ടൂല. പിന്നെ നീ പോണ്ട. അതെ, കുടുംബം രക്ഷപ്പെടൂലേ? അങ്ങനെയാണെങ്കിൽ ഈ വിസ ഞാൻ അളിയന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. അളിയൻ കയറിപ്പോ നിന്റെ കുടുംബം ഒന്ന് രക്ഷപ്പെടട്ടെ. നീ എന്റെ കാര്യം നോക്കാൻ നിൽക്കണം എന്തിനാണ്? അല്ല, നീ എന്റെ കാര്യം നോക്കാൻ നിൽക്കണം എന്തിന്? പിന്നെ നിന്റെ കാര്യം ഞാനല്ലാണ്ട് പിന്നെ വേറെ ആരും നോക്കും? അല്ലേ, എന്റെ കാര്യം നോക്കാം. ഇവിടെ നിനക്ക് നോക്കാം. നിന്റെ ഭാര്യയും കുടുംബവും ഒക്കെ ഇല്ലേ അവിടെ? അത് പോരെ? ക്ലീറ്റോ, ഒരു കൊച്ചാണ് വളർന്നു വരുന്നത്. ഇതൊരു നല്ല കിട്ടിയ അവസരമാണ്. നീ വെറുതെ അത് കളഞ്ഞു വിളിക്കരുത്. എന്റെ പൊന്നളിയ, എന്റെ കൊച്ചിന്റെ ഭാവി ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. അവള് സമയമാകുമ്പോൾ വളർന്ന് പന്തലിച്ച് ആരെങ്കിലും കൊണ്ട് ഞാൻ കെട്ടിച്ച് വിട്ടോളാം കേട്ടോ. നീ എങ്ങനെ കെട്ടിച്ചു വിടുന്നാണ് ഈ പറയണത്? അത് എങ്ങനെയാലും ഞാൻ കെട്ടിച്ചു വിട്ടോളാം. അത് എന്റെ ഉത്തരവാദിത്തമല്ലേ? നിന്റെ എന്ത് ഉത്തരവാദിത്തം? ഒരു ജോലിയും കൂലി ഇല്ലാത്ത നീ എങ്ങനെയാ കൊച്ചിനെ കെട്ടി? എനിക്ക് ജോലിയില്ല. നിന്നോട് ആരാടാ പറഞ്ഞ? നിനക്ക് എന്താണ് നിന്റെ ജോലി? എനിക്ക് എന്റെ പാർട്ടിയിൽ ഇപ്പൊ തന്നെ ഭാരിച്ച പണികൾ കിടക്കാണ്. അതിനിടയ്ക്കാണ് ഇതുപോലുള്ള നിസ്സാര പ്രശ്നമായിട്ട് അവള് വന്നേക്കണത്. പാർട്ടിയിൽ നീ കുന്താണ്, കുന്തം. എടാ, ഞാൻ പാർട്ടിയിൽ ആരാണെന്ന് നീ എന്റെ നാട്ടുകാരോട് ചോദിച്ചോക്കെ, അവര് പറഞ്ഞു തരും. എടാ, നീ പാർട്ടിയിൽ ആരാണ്? നീ ഒന്നുമല്ല, നീ ഒരു പുല്ല് പോലും അല്ല പാർട്ടിയിൽ. അല്ലെങ്കിൽ ഞാൻ സഹിച്ച് രണ്ടാളോട് പോയിട്ട് ഞാൻ പറയണ്, എന്നെ ഗൾഫിൽ വിടാന്നുള്ള നിങ്ങളുടെ ആ മോഹം ഉണ്ടല്ലോ, അതങ്ങ് വാങ്ങി വെച്ചേരാ. എന്താണ്? എടേ, നീ പോവില്ലയോ? എന്ത്? നീ ഗൾഫ് പോവില്ലയോ? ഞാൻ പറഞ്ഞത് മലയാളം അല്ലേ എളിയാ? ഞാൻ പോവില്ല. ഇത് എന്തൊരു പോങ്ങനാണ് എൻ്റെ അപ്പ. അതെ, എല്ലാത്തിനും നിന്നെ മാത്രം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. നടരാജ, ഒരു രാഷ്ട്രീയക്കാരന് എപ്പോഴും വിലങ്ങുതടിയായിട്ട് നിൽക്കണം എന്താണെന്ന് അറിയാമോ? അവന്റെ കുടുംബം. നിനക്ക് അളിയനുണ്ടോടെ? ഇല്ല. ഓ, ഭാഗ്യം. ഭാഗ്യം. പിന്നെ മാസത്തിൽ 28 ദിവസം അവളെ വീട്ടിലാ. എനിക്കിപ്പോൾ ഇത് രണ്ടുമാണ് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന സംഭവങ്ങൾ. ഒരു രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാതെയാണ് രണ്ടും കൂടെ രാവിലെ തുടങ്ങും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അനുഭവിച്ചല്ലേ പറ്റൂ. ഇതാരാണ്? അല്ലല്ല, പരിചയമില്ലാത്ത നമ്പറാ. ഹലോ. എടാ ദ്രോഹി, നിന്നെ ഞാനത് വിളിക്കാതിരിക്കുമായിരുന്നു. നീ എന്ത് തോന്നിയ ദിവസമാണ് കാണിക്കണേ? ഇവിടെ ഞാൻ ജോലി കൂലി ഇല്ലാതെ അലയുകയാണെന്ന് വിചാരിച്ചാ? എന്നാ നീ ഗൾഫിലോട്ട് കൊണ്ടുപോയി. നീ ഒന്നും പറയണ്ട. പിന്നെ എങ്ങനെ? അതെയോ? അങ്ങനെ അതിനാണോ? അത് പറഞ്ഞില്ല. അല്ല, ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് ആലോചിക്കാം. ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിട്ടൊരു മറുപടി പറയാം. ഇത് പറയണ്ടേ അളിയാ, ഞാനേ മറ്റെന്തൊക്കെയോ കാണിച്ച്. അപ്പം ബാക്കി സമയം മതി ക്യാഷ് കൗണ്ടറിലല്ലേ? ഓ അത് കുഴപ്പമില്ല. ഓ, ശരി, ഞാൻ മറുപടി തരാം. ഓ നാളെ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. സുഖമാണല്ലോ നിനക്ക്? നന്നായിട്ട് പോവല്ലേ? നമുക്ക് ബലപ്പെടുത്താം. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ശരി. ഗൾഫീന്നേ എൻ്റെ ഒരു സുഹൃത്താ, ജയകുമാർ. തങ്കം ഇനി വന്നേ. നിങ്ങളുടെയൊക്കെ പല ആഗ്രഹത്തിനും ഞാൻ തടസ്സം നിൽക്കുന്നു എന്നാണല്ലോ ഇവിടെ ഒരു ചൊല്ല്. അതെ, നിങ്ങളുടെ ഒരു ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു തരാമെന്ന് ക്ലീറ്റോ വിചാരിച്ചു. അവിടെ നിൽക്ക്. ഞാൻ ഗൾഫിൽ പോകണമെന്നുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, പോകാനായിട്ട് ഞാനങ്ങ് തീരുമാനിച്ചു. എന്നെ പറഞ്ഞോളൂ, ഇത്ര സന്തോഷമാണ് നിനക്ക്? നമ്മുടെ ബുദ്ധിമുട്ട് തീരുമില്ലേ ക്ലീറ്റോ? ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് തോന്നാനായിട്ട്? എനിക്ക് വിസ അയച്ചു തരാന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരനുണ്ടല്ലോ, അവൻ ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്നു. എന്നെ എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാമോ? എല്ലാ പാർട്ടിയുടെ സംഘടനകളും അവിടെ ഉണ്ട്. നമ്മുടെ പാർട്ടിയുടെ മാത്രം സംഘടന അവിടെ ഇല്ല. അവിടെ ഈ സംഘടനയെ ഒന്ന് വളർത്തിക്കൊണ്ടുവരാനാണ് ഈ പ്രഗത്ഭനായ നേതാവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്.
എന്താണെന്നറിയാമോ അവിടെ നേരെ ചെന്ന് 3 നിന്ന് പ്രസവിക്കാൻ കഴിവുള്ള ഒരു ഒറ്റ ഒരുത്തനും ഇല്ലാന്ന്. അപ്പൊ ക്ലീറ്റോ ഇനി ഫുൾ ടൈം അവിടെ ഇതേപോലെ പാർട്ടി മാത്രം? ഇതാണ് മെയിൻ. പിന്നെ ഒപ്പം അവന്റെ ഹോട്ടലിൽ തന്നെ അവന്റെ ക്യാഷിൽ അവനില്ലാത്തപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് സഹായിക്കണം. അതേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. പിന്നെ ഒരു കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ടടി. ഞാൻ ഗൾഫിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ എൻ്റെ പാർട്ടി ഓഫീസിലും അണികളൊക്കെ കൂടെ ആകെ ക്ലീറ്റോ ചേട്ടൻ പോണ്ടെന്ന് പറഞ്ഞിട്ടേ കരച്ചിലും ഒരു ബഹളമായിരുന്നു. എന്ത് നടരാജനൊക്കെ ഉണ്ടല്ലോ, ക്ലീറ്റോ ചേട്ടാ പോണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ എന്നെ വിട്ടിട്ട് നിൽക്കാൻ പറ്റില്ല. ക്ലീറ്റോ ചുമ്മാ അടിക്കാണ്. എടി ഞാൻ അങ്ങനെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഇതുവരെ അവരോട് പെരുമാറിയിട്ടില്ല. അതാണ് ഞങ്ങൾ അണികളുമായിട്ടുള്ളൊരു ബന്ധം. എൻ്റെ ഒരു ആവശ്യം പറഞ്ഞാൽ അപ്പോഴവരെല്ലാം വരുമല്ലോ. ഞാൻ പറഞ്ഞിടാ 2 വർഷമെന്ന് പറയണത് ഇതാന്ന് പറയുമ്പോൾ അങ്ങ് പോകും. നിങ്ങൾ 2 പ്രകടനവും 2 സത്യാഗ്രഹവും കഴിയുമ്പോൾ 2 വർഷം കഴിഞ്ഞ് ഞാനിവിടെ എത്തും. അങ്ങനെ അങ്ങ് തീരുമാനിച്ചുറപ്പിച്ചു. അപ്പൊ എന്റെ ക്ലീറ്റോ ഗൾഫുകാരനാവാൻ പോവാ. ക്ലീറ്റോയുടെ ഇനിയുള്ള രാഷ്ട്രീയ ജീവിതം അങ്ങ് മണലാരണ്യങ്ങളിൽ.